സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 23. കുറേ കഴിഞ്ഞ് വിൻസെൻ്റ് പോയി ഒരു ടാക്സി ജീപ്പ് വാടകയ്ക്കെടുത്തു. ഡോബിയാക്കി ക്യാനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർക്ക് അത്ര സമ്മതമുണ്ടായിരുന്നില്ല. തുക കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു. 6 മണിയോടെ അവർ ഡോറാബാസിലെത്തി. അവിടെ നിന്ന് പതുക്കെയായിരുന്നു യാത്ര. വഴിക്ക് കോട്ട ഡാമിൽ പോയി തിരിച്ചു വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡോബിയാക്കി ക്യാനിലേക്ക് തിരിയുന്നിടത്ത് എത്തിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു, യഹാൻ ചോട് ദോ സാബ്, ഇവിടെ വിട്ടാൽ പോരെ സാർ? നഹി, മുझे നീച്ചെ നദി കിനാരെ തക് ചോട് ദോ. പോരാ, താഴെ നദിക്കരയിൽ എത്തിക്കണം. രാസ്ത ബഡാ ഖരാബ് ഹേ സാബ്, റോഡ് വളരെ മോശമാണ് സാർ. ഇസ്ലിയെ തോ കിരായ ജ്യാദാ ദരാഹാഹും, ഇതിനാണ് വാടക കൂടുതൽ തരുന്നത്. ഡ്രൈവർ എന്തോ പിറുപിറുത്തുകൊണ്ട് ഖാനിലേക്കുള്ള വഴിയുടെ നേർക്ക് സ്റ്റിയറിംഗ് തിരിച്ചു. കാട്ടിൽ വെളിച്ചം മങ്ങിയിരുന്നു. പകൽ അസ്തമിച്ചു കഴിഞ്ഞു. സന്ധ്യാപ്രകാശം മാത്രം ആകാശത്ത് തിളങ്ങിക്കിടന്നു. ജീപ്പ് നദിക്കരയോടടുത്തപ്പോൾ വിൻസെൻ്റ് ജീപ്പ് നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞു. അയാൾ ജീപ്പ് നിർത്തി. യഹാംസെ ഗാഡി മോഡ്ലേ, ഇവിടെ ഇട്ട് വണ്ടി തിരിച്ചു വയ്ക്കോ. വിൻസെൻ്റ് ഡ്രൈവറുടെ ടാക്സി കൂലി കൊടുത്തു. 10 രൂപ അധികവും നൽകി. ഇന്ത് സാർ നഹീം നാഹേ സാബ്, വെയിറ്റ് ചെയ്യണ്ടേ സാർ? ഡ്രൈവർ ചോദിച്ചു. നഹീം. ഡ്രൈവർ പണം വാങ്ങി കീശയിൽ വെച്ചു. എക് സിഗരറ്റോ പിലാവോ സാബ്, ഒരു സിഗരറ്റ് തരണം സാർ. വിൻസെൻ്റ് സിഗരറ്റ് കൊടുത്തു. അയാളത് കൊളുത്താൻ തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് പറഞ്ഞു, ഇസ്കോ റോഡ് പർ ജാഖർ ജലാന, അതൊക്കെ നല്ല റോഡിൽ ചെന്നിട്ട് മതി. ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു പോയിക്കോ. വണ്ടി തിരിക്കാനുള്ള സ്ഥലവും വിൻസെൻ്റ് കാട്ടിക്കൊടുത്തു. നദിക്കരയിലേക്ക് ചെല്ലാത്തതിനാൽ ഡോബിയാക്കി ക്യാനിലുള്ളവർക്ക് ഒരു ജീപ്പ് വന്നതോ അവിടെ ഇട്ട് തിരിച്ചു പോകുന്നതോ കാണാൻ കഴിയുമായിരുന്നില്ല. ജീപ്പ് അവിടെ ഇട്ട് തന്നെ ഡ്രൈവർ തിരിച്ചു. കാട്ടിൽ ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ഡ്രൈവർ ഹെഡ്ലൈറ്റ് പ്രകാശിച്ചപ്പോൾ വിൻസെൻ്റ് പറഞ്ഞു, യഹാ പർ ഗാഡി കി ബദ്മത്ത് ജലാവോ, തോടാ ആകെ ചാക്കർ ജലാന, ഇവിടെ വെച്ച് ലൈറ്റ് ഇടണ്ട, അതൊക്കെ കുറേ ചെന്നിട്ട് മതി. ജീപ്പ് സാവധാനം കയറ്റം കയറിപ്പോയി. അല്പദൂരം ചെന്നിട്ട് ഡ്രൈവർ ഹെഡ്ലൈറ്റുകൾ ഇട്ടത് വിൻസെൻ്റ് അറിഞ്ഞു. അത് കുഴപ്പമില്ലെന്ന് അയാൾക്ക് തോന്നി. വിൻസെൻ്റ് ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് നദിക്കരയിലേക്ക് നടന്നു. കാട്ടുമൃഗങ്ങളെ ആയിരുന്നു അവന് പേടി. നാട്ടുവെളിച്ചത്തിൽ വഴി തെളിഞ്ഞു കിടന്നിരുന്നതിനാൽ നടത്തത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. നിരപ്പായ പ്രദേശങ്ങൾ കാണായി. ചമ്പൽ നദിയുടെ ഒഴുക്കിൻ്റെ ശബ്ദവും കേട്ടു തുടങ്ങി. ഡോബിയാക്കി ക്യാനിലെ വെളിച്ചം കണ്ടു തുടങ്ങി. അവിടെയും ഇരുട്ടു പരന്നിരുന്നു. വിൻസെൻ്റ് നദിക്കരയിൽ വെച്ച് തൻ്റെ ബാഗ് അഴിച്ചു. കോട്ടായിൽ ചെന്നപ്പോൾ വാങ്ങി ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തൊഴിലാളി വേഷം എടുത്തു. പുറത്തു വെച്ചിട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റി. ഡോബിയാക്കി ക്യാനിലെ തൊഴിലാളികൾ ധരിച്ചു കണ്ട വേഷം അണിഞ്ഞു. അതിനു പുറമെ മങ്കിക്യാപ്പും ഷാളും. ഇപ്പോൾ വിൻസെൻറ്റിനെ കണ്ടാൽ ഡോബിയാക്കി ക്യാനിലെ തൊഴിലാളിയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ബാഗ് തോളത്തിട്ട് അതിനെ മൂടി ഷാൾ ധരിച്ചുകൊണ്ട് അയാൾ ക്യാനിലേക്ക് നീങ്ങി. ക്വാറികളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പുറമേയുള്ള റോഡുകളിലൂടെ വിൻസെൻ്റ് നടന്നു പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടായതിനാൽ ക്വാറികളിലെ കോട്ട സ്റ്റോൺ ഷെഡുകളിൽ മാത്രമേ ആളുകളും വെളിച്ചവും ഉണ്ടായിരുന്നുള്ളൂ. ഷൺമുഖത്തിൻ്റെ ക്വാറിയിലെത്താൻ 1/2 മണിക്കൂർ എടുത്തു. ക്വാറിക്ക് സമീപമുള്ള സ്റ്റോൺ ഷെഡുകൾക്ക് 50 വാര അടുത്ത് വരെ വിൻസെൻ്റ് ചെന്നു. അവിടെ 12 അടിയോളം ഉയരമുള്ള ഒരു നിര പാറയടുക്കുകളുടെ മറവുണ്ടായിരുന്നു. വിൻസെൻ്റ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ക്വാറിയിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. നദിക്കരയായതിനാൽ തണുപ്പ് പെട്ടെന്ന് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഷെഡുകളിലെ വൈദ്യുത വിളക്കുകൾക്ക് കീഴിൽ ആളുകൾ ചലിക്കുന്നത് കാണാം. വിൻസെൻ്റ് തൻ്റെ ബൈനോക്കുലറിലൂടെ നോക്കി. ഒരു ലോറിയും ജീപ്പും ക്യാമ്പിനടുത്ത് കിടപ്പുണ്ട്. കുറേ പേർ ഷെഡിലിരുന്ന് ചീട്ട് കളിക്കുന്നു. ഷൺമുഖത്തെ തേടി വിൻസെൻറ്റിൻ്റെ കണ്ണുകൾ ഉഴറി. ഏറ്റവും പിന്നറ്റത്തുള്ള ഷെഡിൽ ഷൺമുഖവും അനുചരന്മാരും മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യം ഒടുവിൽ അവൻ്റെ ബൈനോക്കുലർ പിടിച്ചെടുത്തു. അവിടെ തീറ്റയും കുടിയും നടക്കുകയാണ്. ഷൺമുഖൻ കോട്ട സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച പീഠത്തിന്മേൽ അലസമട്ടിലിരിക്കുന്നു. അനുചരന്മാർ താഴെയാണിരിപ്പ്. ഹുക്ക വലിച്ചവർ പുകയെടുക്കുന്നുണ്ട്. ഷൺമുഖം സിഗരറ്റാണ് വലിക്കുന്നത്. മറ്റുള്ള ഷെഡുകളെ അപേക്ഷിച്ച് ഷൺമുഖത്തിൻ്റെ ഷെഡ് ഇരട്ടി വലിപ്പമുള്ളതാണെന്ന് വിൻസെൻ്റ് കണ്ടു. അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട്. മെത്തയും കിൽറ്റും ഒരലമാരയും മേശയും റേഡിയോയും ടേപ്പ് റെക്കോർഡറും എല്ലാം അതിനുള്ളിലുണ്ട്. അവിടെ പെണ്ണുങ്ങളുണ്ടോ എന്ന് വിൻസെൻ്റ് സൂക്ഷിച്ചു നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല.
ഷൺമുഖം ക്വാറിയിലെ ഷെഡിൽ സാമാന്യ സൗകര്യങ്ങളോടെയാണ് കഴിയുന്നതെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ലോണിലെ ഹണിമൂൺ ക്വാട്ടേജ് പോലെയുണ്ട് ആ ഷെഡ്. അതിനെ അർദ്ധവൃത്താകൃതിയിൽ പൊതിഞ്ഞാണ് മറ്റ് ഷെഡുകളുടെ നിര. ചീട്ട് കളിക്കുന്നവരുടെയും കുടിക്കുന്നവരുടെയും ചിരിയും സംസാരവും ക്വാറിയിലെ ഇരുട്ടിലേക്ക് തെറിച്ചു വീണുകൊണ്ടിരുന്നു. ഷൺമുഖവും കൂട്ടരും ഉറങ്ങാൻ കിടക്കുന്നതുവരെ വിൻസെൻ്റ് നോക്കിക്കൊണ്ടിരുന്നു. ഷൺമുഖത്തിൻ്റെ ഷെഡിനൊരു വാതിലുണ്ടായിരുന്നു. അത് അടയുന്നതിന് മുമ്പ് 3 പേർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ക്വാറിയിൽ നിന്ന് നദിക്കരയിലേക്ക് കുറച്ച് ദൂരമുണ്ടായിരുന്നു. നദിക്കരയിലെ വൃക്ഷങ്ങൾക്കിടയിൽ അവർ അപ്രത്യക്ഷരായി. അരമണിക്കൂറിന് ശേഷം അവർ തിരിച്ചെത്തി. ഒരു ഷെഡിനുള്ളിലേക്ക് കയറി. ചുരുട്ടി വെച്ചിരുന്ന കരിമ്പടം താഴ്ത്തിയിട്ട പ്രവേശന കവാടം അവർ അടച്ചു. ഷൺമുഖത്തിൻ്റെ ഷെഡിന് ഒരു മരവാതിലാണ് ഉണ്ടായിരുന്നത്. അത് അടഞ്ഞു കഴിഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അകത്തെ വിളക്കം കെട്ടു. ഷൺമുഖത്തെ കൂടാതെ 2 പേരെങ്കിലും ആ ഷെഡിലുണ്ടെന്ന് വിൻസെൻ്റ് ഉറപ്പിച്ചു. ഷൺമുഖത്തിൻ്റെ വിശ്വസ്തരായ അനുചരന്മാരായിരിക്കും അവർ. തണുത്തിട്ട് വിൻസെൻറ്റിൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചുകൊണ്ടിരുന്നു. രാത്രി പുറത്ത് കഴിച്ചു കൂട്ടുക ദുഷ്കരമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. ശൈത്യം അത്രമേൽ കഠിനവും പരുഷവുമായിരുന്നു. വിൻസെൻ്റ് എഴുന്നേറ്റ് നടന്നു. കാടുകളാൽ ആവരണം ചെയ്യപ്പെട്ട മലകൾക്ക് മീതെ ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. വിൻസെൻ്റ് പ്രവർത്തനം നിർത്തിപ്പോയൊരു കോട്ട സ്റ്റോൺ ക്വാറിയിലൂടെ കടന്നു. അവിടെ നിന്നുകൊണ്ട് പരിസര നിരീക്ഷണം നടത്തി. കാട്ടിൽ നിന്നും പലവിധ അപശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ചമ്പൽ നദിയിലെ ജലനിരപ്പിൽ വക്കടർന്നുപോയ തങ്കത്തളിക പോലെ ചന്ദ്രൻ്റെ പ്രതിച്ഛായ തിളങ്ങിക്കിടന്നു. വിൻസെൻ്റ് ആളൊഴിഞ്ഞൊരു ഷെഡിലേക്ക് നീങ്ങി. ക്വാറിയിലെ വലിയ കുഴിയിൽ കെട്ടിക്കിടന്ന മഞ്ഞ നിറത്തിലുള്ള വെള്ളത്തിലേക്ക് തവളകൾ ചാടുന്ന സ്വരം. കാൽച്ചുവട്ടിൽ ഒരു സീൽക്കാര ശബ്ദം കേട്ട് അവൻ പെൻടോർച്ച് തെളിച്ചു നോക്കി. ഒരു പാമ്പ് എഴിഞ്ഞു പോകുന്നത് കണ്ടു. അവർ ഷെഡിൽ കയറിയപ്പോൾ അതിനുള്ളിൽ നിന്ന് എലികളും പാറ്റകളും ഓടിയൊലിച്ചു. ബാഗ് താഴെ വെച്ച ശേഷം അവൻ ഷെഡിൻ്റെ വാതിൽക്കൽ വന്ന് പുറത്തേക്ക് നോക്കി. ചുറ്റും ഭീതിജനകമായ വിജനത. ഒരു ഖനിക്കുള്ളിൽ കുടുങ്ങിപ്പോയതുപോലെ അവന് തോന്നി. ചിക്ബലാപൂരിൽ നിന്ന് ടാക്സിക്കാറിലാണ് ജോഷി ജോൺസ് ഉപ്രഹള്ളിയിലേക്ക് പോയത്. താൻ ഒരു വിഡ്ഢിത്തം കാട്ടുകയാണെന്നായിരുന്നു ആ യാത്രക്കിടയിലും ജോഷിയുടെ ചിന്ത. ജയിൽ ചാടിയ വിൻസെൻ്റ് എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞ് തൻ്റെ സഹോദരിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അവളിൽ നിന്ന് പണം പിടുങ്ങാനുള്ള തന്ത്രങ്ങളായിരുന്നു എല്ലാം. അവളെ തിരുത്തണമെങ്കിൽ അവൻ ധരിപ്പിച്ചിരുന്നതെല്ലാം കെട്ടുകഥകളാണെന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ ചിന്തിക്കുന്നതിനിടയിലും ജോഷി ജോൺസിന് നേരിയ സംശയവും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ തനിക്കാണോ തെറ്റുപറ്റിയത്? സീമ പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ? ഉപ്രഹള്ളിയിൽ എത്തിയ ശേഷം ജോഷി ആദ്യം അന്വേഷിച്ചത് ദൊഡലയ്ക്കടുത്ത് ഒരു ഫാം ഹൗസും മുന്തിരിത്തോട്ടവും ഉണ്ടോ എന്നായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു മറുപടി. ഫാം ഹൗസിലെ ഉടമയുടെ പേര് ഷൺമുഖം എന്നാണോ എന്നും ജോഷി ചോദിച്ചു. അതെ എന്ന് ഉത്തരം കിട്ടി. ജോഷി മഫ്റ്റിയിലായിരുന്നതിനാൽ അയാളൊരു പോലീസുകാരനാണെന്ന് ആരും സംശയിച്ചില്ല. ജോഷി ദൊഡല റോഡിലേക്ക് ടാക്സി വിട്ടു. ഫാം ഹൗസും ചിറയും കാറ്റാടിയന്ത്രവും മുന്തിരിത്തോട്ടവും എല്ലാം ജോഷി നേരിൽ കണ്ടു. സീമയുടെ വിവരണങ്ങളിലുണ്ടായിരുന്ന അതേ കാഴ്ചകൾ. ചിറയ്ക്ക് മുകളിലെ റോഡിലുള്ള ഗേറ്റ് കീപ്പറെ കണ്ടു. ഷൺമുഖം എന്ന് തിരിച്ചു വരുമെന്ന് ജോഷി അന്വേഷിച്ചു. അറിയില്ലെന്നായിരുന്നു മറുപടി. ഫാം ഹൗസിലേക്ക് കാർ കടത്തിവിടാനോ ഗേറ്റിനപ്പുറം പോകാനോ അയാൾ സമ്മതിച്ചില്ല. ഫാം ഹൗസ് അടച്ചിട്ടിരിക്കുകയാണെന്നും അവിടുത്തെ കാവൽപ്പുരയിൽ ഏതാനും തൊഴിലാളികൾ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നും ഗേറ്റ് കീപ്പർ അറിയിച്ചു. ഉപ്രഹള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ ജോഷിയുടെ ചിന്തകളിൽ ചിലന്തിവലകൾ രൂപം കൊണ്ടിരുന്നു. അന്ന് രാത്രി ബാംഗ്ലൂരിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് അയാൾ കോയമ്പത്തൂരേക്ക് തിരിച്ചു. കോയമ്പത്തൂരിലെത്തിയ ശേഷം ഉക്കടം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഏതാണ്ട് 4 വർഷം മുമ്പ് നാഗരാജ് എന്നൊരാളെ കാണാതായതായി ആരെങ്കിലും പരാതിപ്പെടുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. രേഖകൾ പരിശോധിക്കാനും മറ്റും അല്പസമയമെടുത്തു. നാഗരാജിൻ്റെ സഹോദരി അങ്ങനെയൊരു പരാതി തന്നിരുന്നുവെന്നും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചിരുന്നുവെന്നും അന്വേഷണ സംബന്ധമായി പോലീസ് മുളങ്കര വരെ പോയിരുന്നുവെന്നും സ്റ്റേഷനിൽ നിന്ന് അറിവായി. നാഗരാജിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ അറിയിച്ചു. മാൻ മിസ്സിംഗ് എന്നാണ് വകുപ്പ്. ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായോ അപായപ്പെടുത്തിയതായോ തെളിവില്ല. അതിനാൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിരുന്നില്ല. കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം ഫയൽ മിക്കവാറും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ജോഷി നാഗരാജിൻ്റെ സഹോദരിയെ കാണാൻ പോയി. അയാൾ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്തും അകത്തും കുറേ ആളുകൾ കൂടി നിന്നിരുന്നു.
ജോഷി ഒതുക്കത്തിൽ മാന്യനെന്ന് തോന്നിച്ച ഒരാളോട് എന്താണിവിടെ നടക്കുന്നതെന്ന് അന്വേഷിച്ചു. നാഗരാജിൻ്റെ അമ്മ മരിച്ചുപോയെന്നും ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും അയാൾ പറഞ്ഞു. മകനെ കാണാതായ ശേഷം ആ അമ്മ മനോരോഗിയായി തീർന്നിരുന്നു എന്നുകൂടി അയാൾ ജോഷിയെ അറിയിച്ചു. കുറച്ച് ദിവസങ്ങളായി കിടപ്പിലായിരുന്നു. അവരുടെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ ആരുമില്ല. ഒരേയൊരു മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല. ഒരു മകളുള്ളത് വേശ്യാവൃത്തി ചെയ്താണ് ആ തള്ളയെ പരിചരിച്ചിരുന്നത്. ജോഷി ആളുകൾക്കിടയിലൂടെ തിക്കി തിരക്കി മുന്നോട്ട് പോയി. തുറന്നു കിടന്ന വാതിൽക്കൽ ചെന്നു. മുറിക്കകത്ത് കൂടി നിന്ന ആളുകളുടെ തോളിന് മീതെ കൂടി അയാൾ എത്തിക്കുത്തി നോക്കി. നിലത്തൊരു വൃദ്ധയുടെ ജഡം, തലയ്ക്കലൊരു നിലവിളക്കും പുകയുന്ന ചന്ദനത്തിരികളും, ചുമരിനരികിൽ വിഷാദമൂകരായി നിൽക്കുന്ന സ്ത്രീകളുടെ നെടുവീർപ്പുകൾ. മുടി അഴിഞ്ഞു ചിതറിയ ഒരു പെൺകുട്ടി തളർന്ന് കുഴഞ്ഞു പോയ പോലെ ചുമരിലേക്ക് ചാരി അനക്കമില്ലാതെ ഇരിപ്പുണ്ട്. അവളുടെ കണ്ണുകളിലെ നീർപ്പാളിയിൽ നിലവിളക്കിൻ്റെ നാളം വെട്ടിത്തിളങ്ങി. കവളത്തെ കണ്ണീർ ചാലിൽ മുടിനാരുകൾ പറ്റി പിടിച്ചു കിടന്നു. അമ്മയുടെ ജഡത്തിലേക്കാണ് അവളുടെ നോട്ടമെങ്കിലും അത് മരണത്തിനും അപ്പുറം അനന്തമായ ശൂന്യതയിലേക്കാണെന്ന് തോന്നുമായിരുന്നു. ജോഷി പതുക്കെ പിന്തിരിഞ്ഞ് നടന്നു. SI ശശിശങ്കർ ഹോട്ടലിന് മുമ്പിൽ ജീപ്പ് നിർത്തി. സിച്ചികി ഊരിക്കൊണ്ട് തിടുക്കത്തിൽ ചാടിയിറങ്ങി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ചെന്നു. DYSP ജോഷി ജോൺസ്, റൂം നമ്പർ 305, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ശശിശങ്കർ സ്റ്റെയർ കേസ് ചാടിക്കയറി മുകളിലേക്ക് പോയി. 3-ാം നിലയിലെ 305-ാം നമ്പർ റൂമിൻ്റെ വാതിലിൽ അയാൾ മുട്ടി വിളിച്ചു. വാതിൽ തുറക്കപ്പെട്ടു. നിന്ന നിൽപ്പിൽ ശശിശങ്കർ ഒരു സല്യൂട്ട് അടിച്ചു. അകത്തേക്ക് വരൂ, ജോഷി ജോൺസ് പറഞ്ഞു. ശശിശങ്കർ അകത്ത് കടന്നു. ആ വാതിലടച്ചേക്ക്. ശശിശങ്കർ വാതിലടച്ചു. ജോഷി കൈ പുറകിൽ കെട്ടിക്കൊണ്ട് മുറിയിലൂടെ 2 ചാൽ നടന്നു. എന്നിട്ട് ശശിശങ്കറിൻ്റെ മുമ്പിൽ വന്നു നിന്നു. പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ്റെ കൊലപാതക കേസ് അന്വേഷിച്ചത് താനല്ലേ? സർ. ആരായിരുന്നു കൊലപാതകി? പായിപ്പാട്ട് വിൻസെൻ്റ് സർ. പായിപ്പാട്ട് വിൻസെൻറ്റിന് ഒരു ബന്ധമുണ്ടായിരുന്നതായി തനിക്കറിയാമോ? സർ. സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ട രാത്രിയിൽ വിൻസെൻറ്റും കാമുകിയും കോട്ടയത്തെ ഓറിയൻ ഹോട്ടലിൽ താമസിക്കുകയായിരുന്നുവെന്ന് തനിക്കറിയാമോ? SI ശശിശങ്കറിൻ്റെ മുഖം വിളറി. അയാൾ നിന്ന് പരിങ്ങി. എന്താണ്, ഉത്തരമില്ലേ? സംശയമുണ്ടായിരുന്നു സർ, പക്ഷേ തെളിവുകളില്ലായിരുന്നു. സംശയമുണ്ടോ തെളിവുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, തനിക്കറിയാമായിരുന്നു എന്നാണ്. അറിയാമായിരുന്നു സർ. ശശിശങ്കറിൻ്റെ തല താണു. വിൻസെൻ്റ് കാറിന് ചുറ്റും നടന്നു നോക്കി. കുനിഞ്ഞ് തകിട് തുരുമ്പോ പാച്ച് വർക്കോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഡിക്കിയും ബോണറ്റും തുറന്നു നോക്കി. ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പുമായി അടുത്തു നിന്ന കാലത്ത് വണ്ടികളുടെ ഗുണനിലവാരം പുറമേ നോക്കിയും ട്രയൽ റൺ നടത്തിയും മനസ്സിലാക്കാൻ വിൻസെൻ്റ് പഠിച്ചിരുന്നു. വണ്ടിയുടെ ഗുണമേന്മയും കോട്ടങ്ങളും നോക്കി ഒരു വില നിർണ്ണയിക്കാനും അവന് എളുപ്പം കഴിയുമായിരുന്നു. ക്യാ ദേഖ്നാ ഹേ സാബ്, അച്ചി ഗാഡി ഹേ. ഒന്നും നോക്കാനില്ല, നല്ല വണ്ടിയാണ് സർ. വിൻസെൻറ്റിനെ വണ്ടി കാണിക്കാൻ വിളിച്ചുകൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞു. കോൺസാ മോഡൽ ഹേ? ഏത് മോഡലാണിത്? 72. ബ്രോക്കർ ആവേശത്തോടെ പറഞ്ഞു. പർ ഇസ്കാ പെയിൻറ്റ് തോ ഖരാബ് ഹേ. പക്ഷേ പെയിൻറ്റിങ് മോശം. കുച്ച് നഹി സാബ്, ബഹുത്ത് അച്ഛാ പെയിൻറ്റ് ഹേ. എത്രയായാലും 72 മോഡലല്ലേ, പുത്തനല്ലല്ലോ. സർ, ഇത് ടാക്സിയായിട്ട് ഓടി അലഞ്ഞ വണ്ടിയല്ല. ഫസ്റ്റ് ഓണറുടെ കയ്യിലാണ് ഇപ്പോഴും വണ്ടി. അയാളുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൂട്ടിക്കൊണ്ടുവരാനും മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങാനും മാത്രമേ ഈ കാർ ഓടിയിട്ടുള്ളൂ. വീട്ടാവശ്യത്തിന് മാത്രം സർ. വിൻസെൻ്റ് വണ്ടിയുടെ സ്വിച്ച് കീ വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. ആക്സിലേറ്ററിൽ കാലമർത്തിയും ഉയർത്തിയും വണ്ടിയുടെ എഞ്ചിൻ്റെ പ്രവർത്തനക്ഷമത ചെക്ക് ചെയ്തു. പ്ലാറ്റ്ഫോം ഗിയർ ആയതുകൊണ്ട് വിൻസെൻറ്റിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഗിയർ മാറി മാറി ഇട്ടു നോക്കി. 3-ാം ഗിയറിൽ വണ്ടിക്ക് നല്ല വിറയലുണ്ടെന്ന് മനസ്സിലായി. റിവേഴ്സ് ഗിയർ വീഴണമെങ്കിൽ ആന തടി പിടിക്കുന്നത് പോലെ പിടിക്കണം. ബ്രോക്കറെ കൂടി കയറ്റി വിൻസെൻ്റ് അല്പദൂരം ഓടിച്ചു പോയി. ഗിയർ മാറ്റുമ്പോൾ ചില അപശബ്ദങ്ങൾ. 3-ാം ഗിയറിൽ പ്രത്യേകിച്ച് ഷോക്ക് അബ്സോർബർ വളരെ മോശം. ഗട്ടറുകളിൽ ചാടുമ്പോൾ എന്തൊക്കെയോ ഒടിയുകയും ഞെരിയുകയും ചെയ്യുന്ന പോലെ ശബ്ദം. സീറ്റുകളെല്ലാം നല്ലതായിരുന്നു. കാറിനുള്ളിലും ടോപ്പിലും സീറ്റുകളിലും കമനീയമായ അപ്ഹോൾസ്റ്ററി. പഴയതാണെങ്കിലും പ്രവർത്തനക്ഷമമായ കാർ സ്റ്റീരിയോ. സ്പീഡോമീറ്റർ പ്രവർത്തിക്കുന്നില്ല. വൈപ്പറുകളും തഥൈവ. കാർ നിർത്തിയിട്ട് വിൻസെൻ്റ് ബ്രോക്കറോടൊരു വില പറഞ്ഞു. വിൻസെൻ്റ് എന്തോ മഹാപരാധം ചെയ്ത മട്ടിൽ ബ്രോക്കർ അവൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നു. താക്കോൽ തിരികെ വാങ്ങി ഒന്നും മിണ്ടാതെ ഒറ്റ നടത്തം. വിൻസെൻ്റ് അടുത്ത് കണ്ട ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചു.
പുറത്തിറങ്ങിയ പെട്ടിക്കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി അത് കൊളുത്തി വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൈ തോളിൽ പതിഞ്ഞു. വിൻസെൻ്റ് തിരിഞ്ഞു നോക്കി. ബ്രോക്കർ തന്നെ. ചോദിച്ചതിലും 5000 രൂപ കുറയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 30,000 രൂപ കൊടുക്കണം സാർ. പെട്രോൾ കാറല്ലേ? അത് 72 മോഡൽ. അംബാസഡർ. ജാസ്തി റിപ്പയറിങ്ങുമുണ്ട്. എന്താണ് സാർ ഇങ്ങനെയെല്ലാം പറയുന്നത്? ഇതെൻ്റെ പൈസയല്ല. എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാണ്. എനിക്കിത് വെറുതെ തരാൻ പറ്റില്ല. ശരി, 29,000 കൊടുക്കണം സാർ. തർക്കിച്ച് ഒടുവിൽ 28,000-ന് വിൻസെൻ്റ് കച്ചവടം ഉറപ്പിച്ചു. വിൻസെൻ്റ് 25,000 ആദ്യം പറഞ്ഞിരുന്നത്. ബ്രോക്കർക്ക് 500 രൂപ കൊടുത്തപ്പോൾ അയാൾ കെഞ്ചി. 1000 രൂപ കൊടുക്കണം സാർ. ഞാൻ വളരെ വില കുറച്ചല്ലേ വണ്ടി വാങ്ങിത്തരുന്നത്. ഇത് വിലക്കുറവൊന്നുമല്ല. പിന്നെ ഒരു കച്ചവടം നടക്കട്ടെ എന്ന് കരുതി ഞാൻ സമ്മതിച്ചെന്നേയുള്ളൂ. നഷ്ടമാണ് എനിക്ക്. വിൻസെൻ്റ് തർക്കിച്ചു. ഒരു കാലത്ത് ഞാൻ ഈ തെരുവിലെ ദാതയായിരുന്നു സാർ. ഞാൻ ആരോടും കെഞ്ചിയിട്ടില്ല. ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ കൊന്നിട്ടായാലും പിടിച്ചെടുക്കും. പക്ഷേ ഞാനൊരബദ്ധം കാണിച്ചു. കല്യാണം കഴിച്ചുപോയി. 5 മക്കൾ. അവർക്ക് ഞാൻ ജീവിച്ചിരിക്കണം. അതിനാൽ കൊലക്കത്തി താഴെ വെച്ചു. ഇപ്പോൾ ഞാൻ പല്ല് കൊഴിഞ്ഞ സിംഹമായി. ഈ ബ്രോക്കർ പണി കൊണ്ട് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുകയാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. 800 രൂപ കൊടുക്കണം സാർ. പിഴച്ചു പോട്ടെ. വിൻസെൻറ്റിൻ്റെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. അയാൾ ബ്രോക്കറെ നോക്കി. ഒത്ത ശരീരം. 50-55 പ്രായം വരും. എങ്കിലും ആരോഗ്യമുള്ള ഉടൽക്കെട്ട്. തലയിൽ ഞാറ് നട്ടതുപോലെ പാതിയിൽ നരച്ച മുടി, കനത്ത മേൽമീശ. നിങ്ങളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? ലക്കൻ സിംഗ്. രാം ലക്കൻ സിംഗ്. ഓ, ലക്കൻ സിംഗ്. ഒരു കാലത്ത് എല്ലാവരും ഠാക്കൂർ ലക്കൻ എന്ന് പേടിയോടെയും ബഹുമാനത്തോടെയും വിളിച്ചിരുന്നു സാർ. ഞങ്ങൾ ഠാക്കൂർമാരാണ്. പക്ഷേ ക്ഷയിച്ചുപോയി. ലക്കൻ സിംഗിന് ഞാൻ കൈ നിറച്ച് കാശ് തരും. പക്ഷേ എന്നെ സഹായിക്കണം. ഞാൻ പറയുന്ന ജോലി ചെയ്യണം. രാം ലക്കൻ വിൻസെൻറ്റിനെ സൂക്ഷിച്ചു നോക്കി. എന്താ സാർ, ആരെയെങ്കിലും കൊല്ലണോ? അതുമാത്രമേ ഇനി ഞാൻ ചെയ്യില്ലെന്ന് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വാക്കു കൊടുത്തിട്ടുണ്ട്. ആരെയും കൊല്ലണ്ട. ജോലി എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. വിൻസെൻ്റ് ആലോചനയോടെ പറഞ്ഞു. എങ്കിൽ എത്ര രൂപ തരുമെന്ന് പറയൂ സാർ. വിൻസെൻ്റ് ആലോചിച്ചു. പിശുക്ക് കാട്ടാൻ പാടില്ല. പ്രലോഭനമാണിത്. തുക കേട്ടാൽ അതിൽ വീഴണം. തുക പറയാം. ആദ്യം കാറിൻ്റെ കച്ചവടം നടക്കട്ടെ. രാംലക്കനും വിൻസെൻറ്റും കൂടി കാറുടമയെ ചെന്ന് കണ്ടു. രാംലക്കൻ കാര്യങ്ങൾ പറഞ്ഞ് ഉടമയെ ധരിപ്പിച്ചു. കച്ചവടം ഉറപ്പിച്ചു. എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് വണ്ടിയുടെ താക്കോലും RC ബുക്കും കൈമാറി പണം കൊടുത്തു. സെയിൽ ലെറ്ററിൻ്റെ ഫോമുകളിലും കാറുടമ ഒപ്പിട്ട് കൊടുത്തു. വിൻസെൻറ്റിന് നല്ലൊരു വർക്ക്ഷോപ്പ് കിട്ടണമായിരുന്നു. ലക്കൻ സിംഗ് അയാളെ ഒരു വർക്ക്ഷോപ്പിൽ എത്തിച്ചു. കാർ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ കാണിച്ചു. മെക്കാനിക്ക് കാർ ഓടിച്ചു നോക്കിയ ശേഷം അത്യാവശ്യം വേണ്ട റിപ്പയറിങ്ങുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത്യാവശ്യം റിപ്പയറിങ് പോരെന്ന് വിൻസെൻ്റ് പറഞ്ഞു. മാറ്റേണ്ടതൊക്കെ മാറ്റി പുതിയത് വാങ്ങിയിടണം. ടയർ 4 മാറ്റി പുതിയ ടയറും ട്യൂബും ഇടണം. ടച്ചപ്പ് നടത്തി പോളിഷ് ചെയ്യണം. ബാക്ക് സീറ്റ് വെട്ടിമാറ്റി അവിടെ ഒരറയുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വർക്ക്ഷോപ്പ് മെക്കാനിക്കിൻ്റെ നെറ്റി ചുളിഞ്ഞു. മാൽ ചുപാനെ കേലിയെ ജഗത്തോ ജാഹിയെ. രഹസ്യമായിട്ട് സാധനം കടത്താനാണെന്ന് പറയൂ. വിൻസെൻ്റ് രാംലക്കനോട് നിർദ്ദേശിച്ചു. സ്മഗ്ലിംഗ് തസ്കരി ഹോഗി. ലക്കൻ സിംഗ് അവരെ ധരിപ്പിച്ചു. ലക്കനെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. റിപ്പയറിങ്ങിൻ്റെ തുകയെ സംബന്ധിച്ച് ലക്കൻ സിംഗ് അവരുമായി സംസാരിച്ചൊരു ധാരണയിലെത്തി. 2-3 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് കിട്ടണമെന്ന് വിൻസെൻ്റ് നിർബന്ധമായും പറഞ്ഞു. ടയറും ട്യൂബും താൻ വാങ്ങിച്ചിട്ട് കൊള്ളാമെന്നും സമ്മതിച്ചു. പിരിയാൻ നേരം വിൻസെൻ്റ് രാംലക്കനോട് പറഞ്ഞു. നമുക്ക് 3 ദിവസം കഴിഞ്ഞ് ഇതേ വർക്ക്ഷോപ്പിൽ വെച്ച് കാണാം. കൈനിറച്ച് കാശ് തരുമെന്നേ പറഞ്ഞുള്ളൂ. ജോലി എന്താണെന്നോ പണം എത്രയാണെന്നോ പറഞ്ഞില്ല. 10,000 രൂപ തരും. ജോലി എന്തെന്ന് ഇനി കാണുമ്പോൾ പറയാം. 10,000 എന്ന് കേട്ടപ്പോൾ രാംലക്കൻ്റെ കണ്ണ് തള്ളി. 5,000 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ പോലും തയ്യാറുള്ള ക്രിമിനലുകൾ ഈ ജയ്പൂർ നഗരത്തിൽ ധാരാളമുണ്ട്. കൊല്ലാൻ പറ്റില്ല, ചാകാനും പറ്റില്ല. രാംലക്കൻ കർശനമായി പറഞ്ഞു. രണ്ടും വേണ്ടി വരില്ല. അഡ്വാൻസ് തരണം സാർ. രാംലക്കൻ കൈ നീട്ടി. 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വർക്ക്ഷോപ്പിൽ വരും. ഇതേ സമയത്ത്. അപ്പോൾ അഡ്വാൻസ് തരും. റൈറ്റ്. കൈ കൊടുത്താണ് രണ്ടുപേരും പിരിഞ്ഞത്. കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും നഗരമായ ജയ്പൂരിലെ തിരക്കേറിയ ആസാദ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വിൻസെൻറ്റിൻ്റെ മനസ്സിൽ സംശയങ്ങളായിരുന്നു. രാംലക്കൻ കൂടെ നിൽക്കുമോ? അതോ ചെയ്യേണ്ട ജോലി എന്തെന്നറിയുമ്പോൾ പിന്മാറുമോ? സീമയെ ഒന്ന് വിളിക്കണം. കഴിഞ്ഞ 2 തവണ വിളിച്ചപ്പോഴും സീമയെ ലൈനിൽ കിട്ടിയില്ല. പത്രത്തിലേക്ക് വിളിച്ചപ്പോൾ ലീവാണെന്നാണ് അറിഞ്ഞത്. സീമയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്നൊരാശങ്ക മനസ്സിൽ തളച്ചു കിടപ്പുണ്ട്. വിൻസെൻ്റ് ഏറ്റവും അടുത്ത STT ബൂത്ത് അന്വേഷിച്ച് നടന്നു. സീമ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വാതിൽ തുറന്നു കുറേ നേരം ടെറസിൽ വന്നു നിന്നു. മനസ്സ് നീറി പുകയുന്നുണ്ട്. വിൻസെൻറ്റിൻ്റെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗവുമില്ല.
വിൻസെൻറ്റിൻ്റെ അവസാനത്തെ കോൾ കിട്ടിയിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം മുൻപാണ് ഓർക്കാപ്പുറത്ത് ജോഷിച്ചായൻ മുറിയിലേക്ക് കയറി വന്നു പറഞ്ഞത്, സീമ, നിൻ്റെ സെൽഫോൺ എനിക്കൊന്ന് വേണം, എൻ്റേത് കേടായി. ജോഷിച്ചായൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. താനത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും മടിക്കാതെ താൻ സെൽഫോൺ എടുത്തു കൊടുത്തു. ജോഷിച്ചായൻ അതുമായി മുറി വിട്ടിറങ്ങിപ്പോയി. 5 മിനിറ്റിനകം തിരിച്ചെത്തി. ഇതിൽ നീ ഒരു നമ്പറും സേവ് ചെയ്തിട്ടിട്ടില്ലേ? ഇല്ല. അറ്റ്ലീസ്റ്റ് വിൻസെൻറ്റിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു, ഇറേസ് ചെയ്ത് കളഞ്ഞു. നിൻ്റെ സിം കാർഡ് അതെവിടെ? അത് ഞാൻ നേരത്തെ എടുത്തു മാറ്റി. എന്തിന്? എനിക്കറിയാം ജോഷിച്ചായ, ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എൻ്റെ സെൽഫോൺ കയ്യിൽ കിട്ടിയാൽ വിൻസെൻറ്റിനെ പിടിക്കാൻ പറ്റുമെന്ന് ജോഷിച്ചായൻ മനസ്സിൽ കരുതിയപ്പോഴേ ഞാനത് കണ്ടു. കുറേ നേരം തൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിന്നിട്ട് ജോഷിച്ചായൻ പറഞ്ഞു, ഇനി എൻ്റെ അനുവാദം കൂടാതെ നീ ഈ വീട്ടിന് പുറത്തു പോകരുത്. ലീവാണെന്ന് ഞാൻ പത്രത്തിൽ അറിയിച്ചോളാം. അന്ന് വൈകുന്നേരം സ്ഥലം വിട്ടതാണ് ജോഷിച്ചായൻ. എവിടെ പോയെന്നറിയില്ല. താൻ ഏറെക്കുറെ വീട്ടുതടങ്കലിലും. പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. ആകെ ഒരു പേടിയേയുള്ളൂ, സെൽഫോണിൽ തന്നെ കിട്ടാഞ്ഞ് വിൻസെൻ്റ് വീട്ടിലെ നമ്പറിൽ വിളിക്കുമോ എന്ന്. വീട്ടിലേക്ക് വരുന്ന കോളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ജോഷിച്ചായൻ എക്സ്ചേഞ്ചിൽ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കും, അതുറപ്പാണ്. സ്റ്റെയർ കേസിൽ കാലച്ച കേട്ട് സീമ തല തിരിച്ച് തോളിന് മുകളിലൂടെ നോക്കി. ഷാനി ചേച്ചിയാണ്. ഷാനി അവളുടെ അടുത്തെത്തി. നിൻ്റെ സെൽഫോൺ. ഷാനി അത് അവളുടെ നേർക്ക് നീട്ടി. സീമ സംശയത്തോടെയാണ് അത് വാങ്ങിയത്. ഇതാര് പറഞ്ഞു തിരിച്ചു തന്നേക്കാൻ? നിൻ്റെ ചേട്ടൻ. വന്നോ? ഫോണിൽ വിളിച്ചു പറഞ്ഞു. എവിടുന്ന്? ഇപ്പോൾ കോട്ടയത്തുണ്ട്. ഷാനി പിന്തിരിഞ്ഞ് നടന്നുപോയി. വിൻസെൻറ്റിനെ തൻ്റെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നറിഞ്ഞ ശേഷം ഷാനി ചേച്ചി തന്നോടത്ര രസത്തിലല്ല. സീമ മുറിയിലേക്ക് പോയി. ജോഷിച്ചായൻ തൻ്റെ സെൽഫോണിൽ എന്തെങ്കിലും കൃത്രിമം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രാൻസ്മിറ്ററോ കോളുകൾ ചോർത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ മറ്റോ. എന്തും വരട്ടെ എന്ന് കരുതി അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിം കാർഡ് എടുത്ത് സെൽഫോണിൽ ഇട്ടു. ബാറ്ററി നോക്കി, ചാർജുണ്ട്. ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ടെറസിലേക്ക് ഇറങ്ങി. അരമണിക്കൂർ തികഞ്ഞില്ല സെൽഫോണിൻ്റെ സംഗീതം കേൾക്കായി. സീമ മുറിയിലേക്ക് ഓടി. ഹലോ ഹലോ സീമ. കാതിൽ വിൻസെൻറ്റിൻ്റെ സ്വരം. പാദത്തിൽ നിന്ന് നെറുക വരെ ഒരു വിദ്യുത് പ്രവാഹം. ഹലോ സീമ, ഞാനാണിത്. മനസ്സിലായി. ആഹ്ലാദത്തണൽ കൊണ്ട് അവൾ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. എവിടെയായിരുന്നു താൻ? ഞാൻ എത്ര തവണ വിളിച്ചു. എനിക്കുണ്ടായ ഒരു വിഷമം. ഞാനിവിടെ ഉണ്ടായിരുന്നു വിന്നിച്ചായ. പക്ഷെ സെൽഫോൺ ജോഷിച്ചായൻ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാ തിരിച്ചു കിട്ടിയത്, അരമണിക്കൂർ മുൻപ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ വിളിച്ചു, കിട്ടണ്ടേ? ഇന്ന് തന്നെ ഇത് 4ാമത്തെ കോളാ. സാരമില്ല വിന്നിച്ചായ, ഇപ്പോൾ കിട്ടിയല്ലോ. എൻ്റെ അവസ്ഥ അറിയോ? ഞാനിവിടെ ഹൗസ് അറസ്റ്റിലാ. കഴിഞ്ഞ 3 ദിവസം വിന്നിച്ചായൻ്റെ ഒരു വിവരവും കിട്ടാതെ ഞാനിവിടെ ഇരുന്ന്. സീമയുടെ കണ്ടമിടറി. പോട്ടടാ, മറന്നുകളാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നായിരുന്നു എൻ്റെ പേടി. ഇപ്പോൾ സമാധാനമായി. ഇപ്പോൾ എവിടുന്നാ വിളിക്കുന്നേ? ജയ്പൂർ. കാർ എടുക്കാൻ വന്നതാ. ഒരു പഴയ കാർ വാങ്ങി റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുക. 3 ദിവസത്തിനകം കിട്ടും. സെബാസ്റ്റ്യനെ കണ്ടുപിടിച്ചോ? ഉവ്. അവൻ കോട്ട ഡാമിനടുത്ത് ഡോബിയാക്കി ഖാൻ എന്ന സ്ഥലത്ത് കോട്ട സ്റ്റോൺ ക്വാറി നടത്തുന്നു. വലിയ ബിസിനസ്സുകാരനാണ്, സേഡ്ജിയാണ്. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ പറ്റി തനിക്കറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊണ്ടിരുന്നു. സീമ അത്യാകാംക്ഷയോടെ എല്ലാം മൂളിക്കേട്ടു. ഒടുവിൽ അവൻ പറഞ്ഞു, ഇനി ഞാൻ മറ്റന്നാളെ വിളിക്കൂ. 3 ദിവസവും ഞാൻ ഇവിടെ ഉണ്ടാകും, ജയ്പൂരിൽ. എവിടെയാ താമസം? ഇവിടെ ഒരു ഹോട്ടലിലാ. ഇന്ന് രാത്രി വിളിക്കുമോ? ഒരുപാട് വിളിക്കുന്നത് അപകടമല്ലേ? എന്നാൽ നാളെ സീമ കോട്ടയത്തിനൊന്ന് പോകുമോ? എൻ്റെ അമ്മയെയും പെങ്ങളെയും അനുജനെയും ചെന്ന് കണ്ട്. എനിക്ക് പുറത്തു പോകാൻ അനുവാദമില്ല വിന്നിച്ചായ. പത്രത്തിലും പോകാൻ പറ്റില്ലേ? ഇല്ല. കഷ്ടം, ഞാൻ കാരണം. വേണ്ട, ഏറ്റുപറച്ചിലും വിലാപവും ഒന്നും വേണ്ടാട്ടോ. സീമ അവനെ ശാസിച്ചു. സോറി, ഇനി ആവർത്തിക്കില്ല. എന്താ വിന്നിച്ചായ ഇത്? നമുക്കിടയിൽ ഇത്തരം ഫോർമാലിറ്റികളൊക്കെ വേണോ? ഇതിനൊക്കെ എന്താ ശിക്ഷ എന്നറിയോ? അറിയാം. എന്താ? ഇനി ആദ്യം കാണുമ്പോഴേ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ ഉമ്മ. ഫോണിലൂടെ സീമയുടെ അടക്കിയ സ്വരം കേട്ടു. തപിക്കുന്ന ഹൃദയത്തിന് മീതെ പനിനീർമഴ. പിന്നെയും എന്തൊക്കെയോ സ്നേഹ കളിവാക്കുകൾ പറഞ്ഞ് സംഭാഷണം നീണ്ടു. ഒടുവിൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് സീമ കൈകൾ വിരിച്ച് മൂരി നിവർന്നു. പിന്നെ കിടക്കയിലേക്ക് ഒറ്റ വീഴ്ച. ഒരു തലയണയെടുത്ത് കെട്ടിപ്പിടിച്ചു. ഇനി സമാധാനമായി ഒന്നുറങ്ങണം. കല്ലിങ്കൽ ദേവസ്യാച്ചനെയും ആൺമക്കളെയും ജോഷി മാറി മാറി നോക്കി. എന്നിട്ട് വീണ്ടും ചോദിച്ചു, വിജി നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ
സെബാസ്റ്റ്യൻ കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ വിൻസെൻറ്റും വിജിയും കോട്ടയത്തെ ഓറിയോൺ ഹോട്ടലിൽ താമസിക്കുകയായിരുന്നുവെന്നും വിൻസെൻ്റ് നിരപരാധിയാണെന്നും ദേവസ്യാച്ചൻ തൻ്റെ മക്കളെ നോക്കി. ഇനി ഒളിക്കാനൊന്നും ശ്രമിക്കണ്ട. ഇൻസ്പെക്ടർ ശശിശങ്കറുമായി സംസാരിച്ചിട്ടാ ഞാൻ വരുന്നത്. നിങ്ങൾ അയാൾക്ക് എത്ര രൂപ കൊടുത്തു സത്യം മറയ്ക്കാൻ? സാർ, ദേവസ്യാച്ചൻ ദീനസ്വരത്തിൽ വിളിച്ചു. ഞാൻ ഈ നാട്ടിൽ കുടുംബമായിട്ട് മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നവനാ. കല്യാണം കഴിക്കാത്ത എൻ്റെ മകൾ ഒരന്യപുരുഷൻ്റെ കൂടെ രാത്രി ഹോട്ടൽ മുറിയിൽ താമസിച്ചെന്ന് മാലോകരറിഞ്ഞാൽ ഞങ്ങളാരും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അവളുടെ അപ്പനായി പോയില്ലേ. സാറിനൊരു മകളുണ്ടായിട്ട് ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴേ അതിൻ്റെ വിഷമം അറിയാനൊക്കത്തുള്ളൂ. ഹോട്ടലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഭാഗ്യത്തിന് അവിടെ മേൽവിലാസം തെറ്റിച്ചാ കൊടുത്തിരുന്നേ. തൽക്കാലം മാനം രക്ഷിക്കണമെന്നേ ഞങ്ങൾ നോക്കിയുള്ളൂ. ഒരു നിരപരാധിയുടെ ജീവൻ കുരുതി കൊടുത്തിട്ടാണോടോ തൻ്റെ മോളുടെ മാനം രക്ഷപ്പെടുത്തുന്നത്? ജോഷി ജോൺസ് ആക്രോശിച്ചു. സാറേ, എൻ്റെ മോള് ഹോട്ടൽ മുറിയിൽ അന്ന് രാത്രി അവൻ്റെ കൂടെ താമസിച്ചില്ല എന്ന് വരുത്തി തീർത്തത് കൊണ്ട് അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളാണോ സാറേ ഒരു നിരപരാധിയുടെ ജീവൻ കുരുതി കൊടുക്കാൻ പോയത്? പോലീസുകാരും കോടതിയും കൂടിയല്ലേ? ദേവസ്യാച്ചൻ്റെ മറുചോദ്യത്തിന് മുൻപിൽ ഉത്തരം കിട്ടാതെ ജോഷി പതറി. പക്ഷേ ഇനി നിങ്ങൾ കോടതിയിൽ തിരുത്തി പറയേണ്ടി വരും. അന്ന് നിങ്ങൾ പ്രശ്നം ഒതുക്കി തീർക്കാതെ സത്യം തുറന്നു പറഞ്ഞ് നിങ്ങളുടെ മകളെ വിൻസെൻറ്റിന് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവനും രക്ഷപ്പെട്ടേനെ, നിങ്ങളുടെ മകളും രക്ഷപ്പെട്ടേനെ. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ ഇനിയാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ മാനം രക്ഷിച്ച് കാത്തു സൂക്ഷിച്ച മകളോ, അവൾ ഒരിക്കലും രക്ഷപ്പെടില്ലടോ. ദേവസ്യാച്ചൻ സ്തംഭിച്ചിരുന്നു പോയി. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മകൾക്ക് എന്താ കുഴപ്പം? എടോ, വിൻസെൻ്റ് കൊലപാതകിയല്ലെങ്കിൽ പകരം ഒരു കൊലപാതകി വേണമല്ലോ. വേണ്ടേ? വേണം. അത് ഇല്ലിക്കൽ ഔസേപ്പച്ചനാണ്, തൻ്റെ മകളുടെ ഭർത്താവ്. ഇടിവെട്ടേറ്റ പോലെ നിശ്ചലനായി പോയി ദേവസ്യാച്ചൻ. ഔസേപ്പച്ചൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിന്നു. DYSP ജോഷി ജോൺസ് വണ്ടിയിൽ നിന്നിറങ്ങി. ശശിശങ്കർ ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ജോഷി തടഞ്ഞു. വേണ്ട, താൻ അവിടെ ഇരുന്നാൽ മതി. ഗേറ്റിൽ ഒരാൾ കാവലുണ്ടായിരുന്നു. ജോഷിയുടെ പോലീസ് യൂണിഫോം കണ്ട അയാൾ വേഗം വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ജോഷി വീടിന് നേർക്ക് നടന്നുപോയി. ഔസേപ്പച്ചൻ്റെ സിറ്റൗട്ടിലിരുന്ന് 4 പേർ ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പോലീസ് വരുന്നത് കണ്ട് അവർ ചീട്ട് ടീപ്പോയ്ക്കടിയിലേക്ക് ഇട്ടിട്ട് എഴുന്നേറ്റ് നിന്നു. ടീപ്പോയിൽ കിടന്ന പണവും ഒരാൾ വാരിമാറ്റി. ജോഷി ജോൺസ് സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ഔസേപ്പച്ചൻ ഇല്ലേ ഇവിടെ? ഇല്ല. ഔസേപ്പച്ചൻ്റെ ഭാര്യയില്ലേ? അകത്തുണ്ട് സാർ. ജോഷി ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു യുവതി വന്നു ജനലിലൂടെ നോക്കി. അതിനുശേഷം അവൾ വാതിൽ തുറന്നു. വിജി? അതെ, ഞാൻ ജോഷി ജോൺസ്, തൃശ്ശൂർ DYSP ആണ്. സീമ ജോൺസിൻ്റെ ബ്രദർ. സീമയെ അറിയാമല്ലേ? ഉവ്വ്, ഇവിടെ വന്നിട്ടുണ്ട്. സാർ അകത്തേക്ക് കയറിയിരിക്കണം. വിജി ക്ഷണിച്ചു. ജോഷി വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നു. വീടിൻ്റെ ആഡംബരവും വലിപ്പവും അതിനുള്ളിൽ പ്രതിഫലിച്ച സമ്പന്നതയും എല്ലാം ജോഷി ഓടിച്ചെന്ന് നോക്കി. ഇരിക്കൂ, വിജി സോഫ ചൂണ്ടിക്കാട്ടി. താങ്ക് യു. അയാൾ ഇരുന്നു. വിജിയു ഇരുന്നോളൂ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അത് കഴിഞ്ഞാലുടൻ ഞാൻ സ്ഥലം വിട്ടുകൊള്ളാം. എന്താ സാർ അറിയേണ്ടത്? സെബാസ്റ്റ്യൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഊഹിച്ചു. വിൻസെൻറ്റും വിജിയുമായി പ്രണയത്തിലായിരുന്നല്ലോ അല്ലേ? അതെ. സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ട രാത്രിയിൽ കോട്ടയത്തെ ഓറിയോൺ ഹോട്ടലിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നത് സത്യമല്ലേ? അതെ. അപ്പോൾ വിൻസെൻ്റ് നിരപരാധിയാണ്. അതെ. ആ നിലയ്ക്ക് കൊലപാതകം നടത്തിയത് ആരായിരിക്കും? അറിയില്ല. വിൻസെൻ്റ് നിരപരാധിയാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ? എങ്ങനെ? സത്യാവസ്ഥകൾ കോടതിയെയോ പോലീസിനെയോ ധരിപ്പിച്ചുകൊണ്ട്. കേസ് അന്വേഷിച്ച പോലീസിന് അറിയാമായിരുന്നു. അവർക്കൊരു പ്രതിയെ കിട്ടി. അതോടെ അവർക്ക് തൃപ്തിയായി. പിന്നെ കോടതി. സാക്ഷിപ്പട്ടികയിൽ പോലീസ് എൻ്റെ പേര് ചേർത്തിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ കോടതിയിൽ പോകും? പ്രതിഭാഗം വക്കീലിനെ വിവരം ധരിപ്പിക്കാമായിരുന്നു. ഔസേപ്പച്ചൻ നിയമിച്ച വക്കീലായിരുന്നു പ്രതിഭാഗം വക്കീൽ. വിൻസെൻറ്റിന് പരമാവധി ശിക്ഷ കിട്ടത്തക്ക വിധം കേസ് വാദിക്കുക എന്നതായിരുന്നു അയാളുടെ ചുമതല. സെബാസ്റ്റ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ടുപിടിച്ചത് വിജിയായിരുന്നോ? വിജി ഒന്ന് പതറി. ഇദ്ദേഹം എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് അവൾക്ക് ബോധ്യമായി. ഞാനല്ല, അത് വിൻസെൻ്റ് തനിയെ കണ്ടുപിടിച്ചതാണ്. ഒരു സംശയം. സീമ വിൻസെൻറ്റിനെ സഹായിക്കുന്നതിന് പിന്നിൽ ഒരു നിരപരാധിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യമുണ്ട്. എന്നാൽ വിജിക്ക് ഭർത്താവ് നഷ്ടപ്പെടുകയായിരിക്കും ഫലം. സ്വന്തം ഭർത്താവിനെ ഒറ്റുകൊടുക്കുന്നതിൽ മനസാക്ഷിക്കുത്തില്ലേ? ഔസേപ്പച്ചൻ എൻ്റെ മനസ്സിലൊരു ഭർത്തൃസ്ഥാനം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. എനിക്കൊരു ഭർത്താവേ ഉണ്ടായിട്ടുള്ളൂ. അത് വിൻസെൻ്റ് ആയിരുന്നു. 1997
നവംബർ 24-ന് ഞങ്ങളുടെ വിവാഹം നടന്നു. കോട്ടയത്തെ ഓറിയോൺ ഹോട്ടലിൽ വെച്ച്. ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതിഥികളും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒറ്റ രാത്രി കൊണ്ട് ആ വിവാഹബന്ധം അവസാനിച്ചു. ബന്ധം മാത്രമല്ല, എൻ്റെ ജീവിതവും. അതിനുശേഷം ജീവച്ഛവം പോലെ കഴിയുകയാണ് ഞാൻ. പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് സാർ. എന്താണത്? അത് ഞാൻ പറയില്ല. ഔസേപ്പച്ചൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് പറയാമോ? അറിയില്ല. എങ്ങോട്ടാണ് പോയത്? എന്നോടൊന്നും പറയാറില്ല. പോയിട്ട് എത്ര ദിവസമായി? 2 ദിവസം കഴിഞ്ഞു. ഫോണിലും വിളിച്ചില്ലേ? ഫോണുകളെല്ലാം അഴിച്ച് ഔസേപ്പച്ചൻ്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് പൂട്ടിയിട്ടാണ് പോയത്. ഒരു ചോദ്യം കൂടി. ഇനി എപ്പോഴെങ്കിലും കോടതിയിൽ ഒരവസരം കിട്ടിയാൽ വിൻസെൻറ്റിന് അനുകൂലമായി സാക്ഷി പറയുമോ? അതിൻ്റെ ആവശ്യം വരില്ല സാർ. അഥവാ വന്നാൽ ഞാൻ പറഞ്ഞിരിക്കും. ജോഷി എഴുന്നേറ്റു. സഹകരണത്തിന് നന്ദി, വരട്ടെ. അയാൾ പോകാൻ ഭാവിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് വിജിയെ നോക്കി. വിൻസെൻ്റ് ഇപ്പോൾ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. വിൻസെൻറ്റിനെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നത് സാറിൻ്റെ പെങ്ങൾക്കായിരിക്കുമല്ലോ. ജോഷി ഒന്ന് ചിരിച്ചു. ഓക്കെ, സീ യു. അയാൾ ഔസേപ്പച്ചൻ്റെ വീട് വിട്ടിറങ്ങി. ജീപ്പിൻ്റെ ബോണറ്റിൽ ചാരി ശശിശങ്കർ നിൽപ്പുണ്ടായിരുന്നു. ജോഷി ചെന്ന് ജീപ്പിൽ കയറി. പിറകെ ശശിശങ്കറും. നോവൽ വീണ്ടും തുടരും.